ആ സമയത്ത് മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ KSU ചെയർമാൻ എന്നുള്ള ഒരു പദവി എനിക്കുണ്ട്. അതിന് പ്രധാന കാരണം ഞാൻ മലയാള മനോരമയുടെ ബാലൻ സഖ്യം പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖകളിലെല്ലാം മലയാള മനോരമ പത്രത്തിൽ ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ തലയെ വെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ, ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ, രാജീവ് ഗാന്ധിയുമായിട്ട് 10 ദിവസം ലക്ഷദ്വീപ് കഴിഞ്ഞ ഫോട്ടോ, ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീ സഹജമായ ഒരു ഇതുണ്ടായിട്ടുണ്ട് അല്പം. അതുകൊണ്ട് മഹാരാജ സ്കൂൾ കൂടുതൽ പെൺകുട്ടികളാണ്. അവരുടെ ഒരു ആവേശം കിട്ടിയിട്ടാണ് 1860 തൊട്ട് ഭൂരിപക്ഷം വന്നത്. കേരളത്തിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ 10% മാത്രമാണ് CBSE സ്കൂൾ പഠിക്കുന്നുള്ളവർ. ബാക്കിയെല്ലാം സ്റ്റേറ്റ് സ്കൂളുകളും മറ്റതൊക്കെയാണ്. പക്ഷേ MBBSൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും സെലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആകെ സീറ്റുകളുടെ 60 മുതൽ 70% സീറ്റുകൾ കരസ്ഥമാക്കുന്നത് ഈ 10% വരുന്ന CBSE വിദ്യാർത്ഥികളാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ ചന്ദ്രയാൻ്റെ വളർച്ചയിൽ ഉയർച്ചയിലും എനിക്കും അഭിമാനമുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, വക്കീലിന് എന്താണ് ഈ റോക്കറ്റ് വിടുന്ന കാര്യം? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ട് ISROയുടെ ലീഗൽ അഡ്വൈസറും അഡ്വക്കേറ്റും ഞാനാണ്. അന്ന് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ അന്ന് ഞാൻ പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ ഈ റോക്കറ്റ് പോകുന്ന വഴിക്ക് തന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ തിരിച്ചു വന്നേനെ. ഹലോ എവ്രി വൺ, റിസോസിയോയുടെ ബിയോണ്ട് ക്ലാസ് റൂംസ് പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസിലൂടെ ചെയ്തു വരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള വിശിഷ്ട അതിഥി, ഹീസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ, ഈക്വലി ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ലോ. സർ കേരള ഹൈക്കോർട്ടിലെ ഫോമർ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അതിനോടൊപ്പം തന്നെ അൽ അമീൻ സ്കൂൾസിൻ്റെ സാരഥിയാണ്. ഒപ്പം കേരള CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഗസ്റ്റിന് നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു യു. സർ, നമ്മളുടെ ആദ്യത്തെ ചോദ്യം തന്നെ, സാറ് ലീഗൽ ഫീൽഡിൻ ഒരു അധികായനാണ്. യു ഹാവ് ബീൻ എ വെരി ഡിസ്റ്റിങ്വിഷ്ഡ് മെമ്പർ ഓഫ് ദി ലീഗൽ ഫ്രട്ടേണിറ്റി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള താല്പര്യം എങ്ങനെയുണ്ടായി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒന്നാമത് ലീഗൽ ഫീൽഡിൽ കായനുമില്ല അധികായനുമില്ല. കാരണം ഏറ്റവും വലിയ ഒരു കേസ് ഒരുപക്ഷെ ഒരു ചെറിയ കുട്ടി വാദിച്ചാൽ ജയിച്ചെന്നിരിക്കും. അതാണങ്ങനെ. വിദ്യാഭ്യാസ രംഗത്ത് എന്നെ ഉണ്ടാക്കിയിട്ടുള്ള എന്നെ ആകർഷിച്ചിട്ടുള്ള ഘടകം, അതായത് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട് പരമ്പരാഗതമായിട്ട്. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം ഉൾക്കൊള്ളാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നില്ല. ആ ഒരു പാരമ്പര്യം അന്നെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് ചോദ്യം ചോദിക്കുക, മറുപടി പറയുക, അതിനപ്പുറത്ത് കുട്ടികൾക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല അതിന്. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഞാൻ കണ്ടെത്തിയിരുന്നു. ആ വിദ്യാഭ്യാസ രംഗത്ത് ആ സമയത്ത് മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ KSU ചെയർമാൻ എന്നുള്ള ഒരു പദവി എനിക്കുണ്ട്. കാരണം അന്ന് വന്നിട്ട് 1860 തൊട്ട് തന്നെ ഭൂരിപക്ഷം കിട്ടി. അതിന് പ്രധാന കാരണം ഞാൻ മലയാള മനോരമയുടെ ബാലൻ സഖ്യം പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖകളിലെല്ലാം മലയാള മനോരമ പത്രത്തിൽ ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ തലയെ വെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ, ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ, രാജീവ് ഗാന്ധിയുമായിട്ട് 10 ദിവസം ലക്ഷദ്വീപ് കഴിഞ്ഞ ഫോട്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീ സഹജമായ ഒരു ഇതുണ്ടായിട്ടുണ്ട് അല്പം. അതുകൊണ്ട് മഹാരാജ സ്കൂൾ കൂടുതൽ പെൺകുട്ടികളാണ്. അവരുടെ ഒരു ആവേശം കിട്ടിയിട്ടാണ് 1860 തൊട്ട് ഭൂരിപക്ഷം വന്നത്. പക്ഷേ ആ പഠനത്തോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഏൺ വൈൽ യു ലേൺ എന്നുള്ള ഒരു സമ്പ്രദായം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ട്. അമേരിക്കയിൽ 4H ക്ലബ്ബ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ 4H ക്ലബ്ബിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അവർ നിർദ്ദേശിക്കും. നിങ്ങളുടെ പഠനവുമായിട്ട് യോജിച്ചിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം അതിൽ അംഗമായി വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മാനസിക അവസ്ഥ വളർന്ന തലമുറ ഉണ്ടാക്കിയെടുത്താൽ അവർ അമിതമായ ചിലവിന് പോകില്ല. അവർ യഥാർത്ഥത്തിൽ ഒരു ന്യായമായ മാർഗത്തിലൂടെ എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പഠനകാലത്ത് ഒരു
സ്റ്റുഡൻസ് ടൂറിസ്റ്റ് ഗൈഡൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്. അത് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ടൂറിസവും സ്റ്റുഡൻസുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. അതായത് ഇവിടെ കൊച്ചിയെക്കുറിച്ച് വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നാൽ കൊച്ചിയിൽ എന്താണ് കാണേണ്ടത്? കൊച്ചിയിൽ കൊണ്ട് വെറും ഇവിടെ കായൽ മാത്രമല്ല, അതുപോലെ വലിയ ബിൽഡിങ്ങുകൾ മാത്രമല്ല, എന്നാൽ ഇവിടെ ലോകത്തിലെ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. ലോകപ്രശസ്തനായ വാസ്കോ ഡി ഗാമയെ സംസ്കരിച്ചിട്ടുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, അത് ഫോർട്ട് കൊച്ചിയുടെ മുഖത്താണ്. അതുപോലെ ഏഷ്യൻ കൺട്രിയിലെ ആദ്യത്തെ സിനഗോഗ് എന്ന് പറയുന്നത് കൊച്ചിയിലുണ്ട്. ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വലിയ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഈ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും 20-ൽ പരം മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ടുള്ളവർ കുടികിടപ്പ് താമസിക്കുന്നുണ്ട്. അതും അപൂർവമാണ്, എവിടെ ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ആ പശ്ചാത്തലം പഠിച്ച് നടത്തിയപ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡായി പോകാനും ഇത് കണ്ടുകൊണ്ട് മറ്റ് ടൂറിസ്റ്റ് സെൻറ്റ് തെരേസാസ് കോളേജിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത് താല്പര്യമെടുത്ത് മുമ്പോട്ട് വന്ന് അവർ ഗൈഡുകളായി പ്രവർത്തിക്കാൻ തയ്യാറായി. ഇതിൻ്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയാൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആവും. അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറെ പേടിച്ചിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരടിത്തറയാണ്. പണ്ടിങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ ആൾത്തറകളിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങിയത്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ക്രിസ്തീയ പാതിരിമാരുടെ വരവോടുകൂടി അത് സ്കൂളുകളിലേക്കും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പള്ളിക്കൂടം, അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി. ഈ കാര്യത്തിൽ ക്രിസ്തീയ പാതിരിമാരുടെ സേവനം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. കാരണം അത്രമാത്രം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റേതായ ശൈലിയിൽ വളർച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ ഗവൺമെൻറ് സ്കൂളുകളാണ് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് സ്കൂൾ ഉള്ളപ്പോൾ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾ നടത്തി പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാമെന്ന് തെളിയിച്ചത് ക്രിസ്തീയ പാതിരിമാരാണ്. അതുകൊണ്ട് ആ സ്ഥാപനങ്ങൾ ഇങ്ങനെ പരമ്പരാഗതമായി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശൈലിയിൽ നടക്കുമ്പോഴാണ് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ ഇടപെടേണ്ടി വന്നത്. ഞാൻ അഭിഭാഷകനായതിനു ശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ബന്ധപ്പെട്ട ചില കേസുകൾ നടത്തേണ്ടി വന്നു. ആ കേസിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എന്താണ് CBSE സ്കൂളുകൾ എന്ന് മനസ്സിലായത്. ഞാനന്ന് LLB പഠിച്ചു കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു CBSE സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലായി. മലയാളത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി വളരെ ഇൻ്റർനാഷണൽ തലത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള ഒരു പാഠ്യപദ്ധതിയാണ് CBSE മുഖാന്തരം ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷേ എളുപ്പത്തിൽ നടക്കാൻ സാധ്യമല്ല. ഈ ആദ്യം സ്കൂളിൽ തുടങ്ങാൻ വേണ്ടി 13 കുട്ടികളെ വെച്ചുകൊണ്ടാണ് ഒരു CBSE സ്കൂൾ തുടങ്ങാൻ ഞാൻ എൻ്റെ വീട്ടിനടുത്ത് തുടങ്ങിയത്. പക്ഷേ ആ ഒരു അംഗസത്ത കണ്ടപ്പോഴത്തേക്ക് അന്നത്തെ ഒരു പ്രിൻസിപ്പലായിരുന്നത് ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു എറണാകുളം വ്യക്തിയുടെ മകളാണ്. അപ്പോൾ അവരിങ്ങനെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ അവതരിപ്പിച്ചപ്പോൾ അതിനുണ്ടായ മാറ്റം CBSE സ്കൂളുകളോടുള്ള താല്പര്യമുണ്ടായി. ഇപ്പം 45-46 കൊല്ലം മുമ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ CBSE വളർച്ച ഉണ്ടാവുകയും, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി, നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷകളെന്ന് പറയുന്നത് എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെ ഉള്ള എൻട്രൻസ് പരീക്ഷയാണല്ലോ. കേരളത്തിൽ എൻജിനീയറിംഗ് മെഡിക്കൽ പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ 10% മാത്രമാണ് CBSE സ്കൂൾ പഠിക്കുന്നുള്ളവർ. ബാക്കിയെല്ലാം സ്റ്റേറ്റ് സ്കൂളുകളും മറ്റതൊക്കെയാണ്. പക്ഷേ MBBSൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും സെലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആകെ സീറ്റുകളുടെ 60 മുതൽ 70% സീറ്റുകൾ കരസ്ഥമാക്കുന്നത് ഈ 10% വരുന്ന CBSE വിദ്യാർത്ഥികളാണ്. അതിനർത്ഥം ഞാൻ ആരെയും ഇഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല. ആ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ഉൾക്കൊള്ളാൻ CBSE സ്കൂളുകൾ കഴിയുന്നു. കുട്ടികളുടെ വ്യക്തിത്വവും പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ ഇത് വരുന്നു. അല്ലാതെ വെറും കാണാതെ പഠിച്ചെഴുതി 100% മാർക്ക് മേടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഉള്ള പഠന സമ്പ്രദായം നടക്കുന്നതിനാണ് CBSE സ്കൂളുകൾ ഇവിടെ തുടങ്ങിയത്. അതൊരു കാലത്ത് ഈ പറഞ്ഞ പോലെ ആദ്യകാലത്തുള്ള CBSE സ്കൂളുകൾ പലതും ക്രിസ്തീയ പാതിരിമാരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഇത് തുടങ്ങി വന്നപ്പോൾ അതിൽ ഞാനൊരു റിഫോം കാണിച്ചത്, അതായത് ഈ സ്കൂളുകളോടൊപ്പം ഒരു മതപഠനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരുന്ന തലമുറയിൽ
ഒരു സാംസ്കാരികമായ ഉന്നതിയും ജീവിതശൈലിയും ഉണ്ടാകണമെങ്കിൽ അതും കൂടി സ്കൂളിൻ്റെ കൂട്ടത്തിൽ പഠിക്കണം. അപ്പോൾ എല്ലാവരും സംശയിച്ചു, CBSE വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് നാം പഠിപ്പിക്കുക? ധാർമ്മിക ബോധം. അത് ഞാനൊരു സിലബസ് ഉണ്ടാക്കി. ആ സിലബസ് അനുസരിച്ച് ഞാനുമായി ബന്ധപ്പെട്ട സ്കൂളെല്ലാം നടപ്പിലാക്കി. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ നിന്ന് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പാസ്സായ 10,000-ൽ പരം പിള്ളേർ പുറത്തു പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. അവരെല്ലാം കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയും. കാരണം അവർ സൽസ്വഭാവത്തിൻ്റെ ഉടമകളാണ്. വേറെ ഒരു ശക്തിക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു മഹാസംഭവമാണ് വളരുന്ന തലമുറയിൽ സാമൂഹ്യമായ താല്പര്യങ്ങളും അല്ല. ഞാൻ ഉദാഹരണം ഒരിക്കൽ പറഞ്ഞപ്പോൾ എന്താണെന്ന് നമ്മൾ ഒരാൾ പ്രസംഗിച്ചോ പറഞ്ഞു, സാർ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അതായത് സാറിൻ്റെ കൊച്ചുമോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാലിൽ രക്തവുമായിട്ട് വന്നു. അപ്പോൾ എന്നോട് നിങ്ങൾ എന്ത് പറ്റിയെന്ന് നോക്കി ചോദിച്ചാൽ പറഞ്ഞു, അതേ ഞാൻ നടന്നു പോയപ്പോൾ അവിടെ ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നത് കണ്ടു. ആ കുപ്പിച്ചില്ല് എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ട് രക്തം വന്നതാണ്. എന്നോട് സാറ് പഠിപ്പിച്ചിട്ടേ നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ അത് എടുത്ത് കളയണം, അല്ലെങ്കിൽ പുറകെ വരുന്നവർക്ക് അപകടമാകും. ഒരു മനുഷ്യന് ലഘുവായി പഠിക്കാൻ കഴിയുന്ന ഒരു സേവനത്തിൻ്റെ പാതയാണ് ഈ കുപ്പിച്ചിലുകളുണ്ടായത്. ഇതുപോലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മഹത്വരമായി നമ്മൾ നടപ്പിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം വർദ്ധിച്ചു. രക്ഷകർത്താക്കളെക്കുറിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഉന്നതമായ പഠന നിലവാരവും പുലർത്താൻ കഴിയും. അങ്ങനെയാണ് CBSE സ്കൂളുകളിലേക്ക് ഉള്ള തുടങ്ങി വന്നപ്പോൾ ഈ പറഞ്ഞ പ്രാദേശികമായ പല സ്കൂളുകളിൽ നിന്നും CBSE സ്കൂളുകളോട് എതിർപ്പെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു കോമ്പറ്റീഷൻ രംഗത്ത് ചില മതിപ്പ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ എല്ലാവരും CBSE സ്കൂളുകളിലേക്ക് വന്നാൽ ഈ പല പ്രൈവറ്റ് സ്കൂളുകളിലെ അധ്യാപകരുടെ എണ്ണം കുറഞ്ഞു പോകും. കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണല്ലോ അധ്യാപകരെണ്ണം തീരുമാനിക്കുന്നത്. അതുകൊണ്ടായ ആ എതിർപ്പ് തരണം ചെയ്യാൻ വാസ്തവത്തിലൊരു സംഘടന ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേരള CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന പേരിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഭാരതീയ വിദ്യാഭവൻ്റെ ചെയർമാനായിരുന്ന വാസുദേവൻ പിള്ള സാർ, ടോക്കറ്റ് സ്കൂളിൻ്റെ മാനേജരായിരുന്ന വർഗീസ് സാർ, അത് ചിന്മയ മിഷനിലെ അച്ഛൻ, നമ്മുടെ ഈ പല സ്കൂളുകളിലുള്ള ആൾക്കാർ മുൻകൈ എടുത്തിട്ട് വന്നു. അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ കാര്യം ഗുണമെന്ന് പറഞ്ഞാൽ, എവിടെയാണോ CBSE സ്കൂളുകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് അവിടെ കൂട്ടായി നിന്നുകൊണ്ട് വില പേശുമ്പോൾ അതിന് കുറവ് വരുത്തും. അതിലേറ്റവും എനിക്ക് മറക്കാൻ കഴിയാത്തൊരു സേവനം ചെയ്തു തന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എൻ്റെ വ്യക്തിപരമായ ബന്ധവും കൂടാതെ ഞാൻ കോൺഗ്രസ് ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. ആ ബന്ധവും കൂടി ഉപയോഗിച്ച് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് ഞങ്ങളിത് കൊടുത്തു. അതായത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ CBSE സ്കൂളുകൾക്കെല്ലാം പുതിയ നികുതികളൊക്കെ ചുമത്തി വന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ 3-4 നിർദ്ദേശങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അത് നിസ്സാരമാണെങ്കിൽ തന്നെയും ഈ 1500 പരം സ്കൂളുകളാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ളത് CBSE. അതിൽ പകുതിയും സാമ്പത്തികമായ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതാണ്. കാരണം അതിന് ന്യായമായ നല്ല ടീച്ചർമാരെ കിട്ടണമെങ്കിൽ നല്ല ശമ്പളം കൊടുക്കണം, അതുപോലെ മിനിമം 2 ഏക്കർ സ്ഥലം വേണം. ഇങ്ങനെ ഒക്കെ ഉള്ള നിബന്ധനകൾ ഉള്ളതുകൊണ്ട് അതിനകത്ത് പങ്കുചേരുന്ന ആൾക്കാർക്ക് അവർ അവകാശം പരിരക്ഷിക്കാനുള്ള ഒരു പ്രസ്ഥാനം വേണം എന്നുള്ള നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ കേരള CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ CBSE സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ചേർന്ന് അവർക്ക് പ്രത്യേക സംഘടനകളുണ്ട്, കോൺഫെഡറേഷൻ ഓഫ് CBSE സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിത് പറയുന്നത്, നമ്മൾ എന്ത് സംഘടന ഉണ്ടാക്കിയാലും അതിൻ്റെ അന്തിമവും പരമവുമായ ലക്ഷ്യം പൊതു നന്മയായിരിക്കണം. CBSE സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടണം, രക്ഷകർത്താക്കൾക്ക് ഗുണം കിട്ടണം. അതെല്ലാം വെച്ചുകൊണ്ട് നടത്താൻ അങ്ങനെ നടന്ന് അത് തെളിയിച്ചതാണ് 10-30-45 കൊല്ലം കൊണ്ട് ഒരു കേരളത്തിലൊരു സംഘടന ഉണ്ടാക്കാനും അംഗീകാരം ഉണ്ടാക്കാനും കഴിഞ്ഞു. വ്യക്തിപരമായ കാര്യമല്ല അതിനകത്തൊന്നും. ഇപ്പോഴും ഒരു വാസ്തവത്തിൽ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സോഷ്യൽ പ്രവർത്തനമാണ് സ്കൂൾ. ഞാൻ എപ്പോഴും ഓർക്കും, കോടതിയിലെ ഇങ്ങനെ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കേസുകളുമൊക്കെ കഴിഞ്ഞ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ കാറ് നിൽക്കുമ്പോൾ ഒരു 10-30 എണ്ണം ഇങ്ങോട്ട് അടുത്ത് വരും. കൊച്ചുകൂട്ടും 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒന്നുകിൽ സാറെന്ന് പറയും, ഗുഡ് മോർണിംഗ് സാറെന്ന് പറയും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇങ്ങനെ വന്ന് കൈ തന്നിട്ട് അന്ന് വീട്ടിൽ പോയി മാതാപിതാക്കളോട് പറയും,
ഇന്ന് ഞാൻ മാനേജർ സാറിന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അതൊരു പ്രൗഡാണ്. ഞാൻ നിസ്സാരമാണെങ്കിൽ തന്നെയും അതുപോലുള്ള അവസ്ഥകൾ കൊണ്ട് കുട്ടികളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസ പ്രസ്ഥാനം. അങ്ങനെ നടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അന്ന് CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കലാപരമായ പരിപോഷിപ്പിക്കാൻ വേദി ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങി. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയപ്പോൾ ഈ CBSE സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ മറ്റ് യൂത്ത് ഫെസ്റ്റിവലേക്കാൾ ഉന്നതമായ നിലവാരം പുലർത്തുന്ന എല്ലാ കലാരൂപങ്ങളും മത്സരിക്കാനുണ്ടായി. അപ്പോൾ ഞാനിതിപ്പോൾ അപ്പോൾ എല്ലാവരും ഓർത്ത് ഈ വലിയ കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്നവരാണല്ലോ, അവരിങ്ങനെ ഈ ഓട്ടം തുള്ളിക്കും കഥകളിക്കും ഒക്കെ പിന്നെ ഇങ്ങനെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. അതിൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കഥകളിക്കും ഓട്ടം തുള്ളലിനും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും അത് കുത്തകയായിട്ട് പറയാനില്ലെന്ന് ഓർത്തിട്ട്, പക്ഷേ എല്ലാവരുടെയും മുക്തകണ്ഠമായ സഹകരണത്തോടു കൂടി കലാപരമായ കഴിവുകൾ പ്രഘോഷിപ്പിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വളരെ പ്രധാനമാണ്. ഒരു ഇംഗ്ലീഷ് പദം നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയിൽ ഉപയോഗിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും മറുപടി പറയുക. ആ ഇംഗ്ലീഷ് പറയുന്ന ആ മെത്തേഡ് ഓഫ് ആൻസറിങ് ശരിയായി കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വിജയത്തിനുള്ള മാർഗ്ഗമാകും. അപ്പോൾ അതുകൊണ്ടാണ് CBSE സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നവരെല്ലാം തന്നെ ഉന്നതമായ നിലവാരത്തിലേക്ക് പോവുകയും ഇത് അവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്യുന്നത്. ആ സമ്പ്രദായം കേരളത്തിൽ തുടങ്ങുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിപ്പോൾ അഖിലേന്ത്യാ തലത്തിലും അതിനുള്ള അവസരങ്ങളുണ്ട്. അത് എല്ലാവരും ഈവൻ പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് ചിലവ് നടക്കുന്ന സ്കൂളുകളാണെങ്കിലും ഇതുപോലുള്ള പരിഷ്കാരങ്ങളും ഇതുപോലുള്ള മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. അങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണവാരം പുതിയ തലമുറയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സാർ നേരത്തെ അൽ-അമീൻ സ്കൂളുകൾ സ്ഥാപിച്ച സമയത്തുണ്ടായിരുന്ന സാറിൻ്റെ ഒരു ഇന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് തങ്ങളുടെ സ്കൂളിലൂടെയും ഈ പറഞ്ഞ വിദ്യാർത്ഥികളിലേക്കും അത് പകർന്നു കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായിട്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, കുട്ടികളുടെ രീതികളിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ജനറേഷണൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അൽ-അമീൻ സ്കൂളുകൾ, അത് ഏത് രീതിയിലാണ് സാറിൻ്റെ നേതൃത്വത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്? അത് അറിയാൻ താല്പര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ആപ്റ്റിറ്റ്യൂഡ്. ഇത് രണ്ടേയും അനുസരിച്ചാണ് ഈ പറഞ്ഞ രക്ഷകർത്താക്കൾക്കും കൂടി അതൊരു താല്പര്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞു. അതായത് ഞങ്ങളുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മുസ്ലിം കുട്ടികളാണ്. ആ മുസ്ലിം കുട്ടികൾക്ക് അവർക്ക് നിങ്ങളെല്ലാം പണ്ടൊക്കെ മദ്രസയിൽ പോയി പഠിച്ചിട്ടാണ് അവരെല്ലാം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കി. അത് വിദ്യാഭ്യാസത്തോ ഈ CBSE സ്കൂളിനോടൊപ്പം നടപ്പിലാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും സംശയിച്ചു, എങ്ങനെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ മതപരമായ കാര്യങ്ങൾ എങ്ങനെ നടത്താൻ പറ്റും, എങ്ങനെ നമസ്കരിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ തന്നെ ഉച്ചയ്ക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഈ അത്യാവശ്യമായ മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ അവസരം കൊടുത്തു. അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ മതത്തിൻ്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം നൽകി. അപ്പോൾ അതിങ്ങനെ നടന്നപ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്, അന്നത്തെ ഇത് കണ്ടുകൊണ്ട് അന്നത്തെ ഇവിടെ കൊച്ചിയിലെ മേയറായിരുന്ന ഒരു അദ്ദേഹമുണ്ട്, എടപ്പള്ളിക്കാരനാണ്. അദ്ദേഹം സാറേ ഈ കുട്ടികളെ ഒന്ന് നിങ്ങളുടെയും കൂടെ ക്ലാസ്സിൽ കൂടി ഇരുത്തിക്കോട്ടെ എന്ന് ചോദിച്ചതാണ്. കാരണം അത്രമാത്രം നിസ്സാരമാണെങ്കിൽ തന്നെയും ഒരു ധാർമ്മികമായ ബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ വലുതായ കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് വിദ്യാഭ്യാസവും PhD ഡിഗ്രിയും എല്ലാം കിട്ടുമായിരിക്കും. ഈ പറഞ്ഞ ഇത് സഹായത്തോടുകൂടി നമ്മുടെ ഈ ഇതുണ്ടവരുണ്ടല്ലോ, റോക്കറ്റിലൊക്കെ പോകുന്നവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ സയൻറ്റിഫിക്കായ കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളതും വളർച്ചയും. പക്ഷേ അത് പോരാ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ISROയുടെ ചെയർമാനും ഞാനും ഒരു യോഗത്തിൽ ഒന്നിച്ച് പ്രസംഗിക്കാനിടയായി. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചന്ദ്രയാൻ പോലുള്ള ഈ മഹാസംരംഭങ്ങളുടെ വിജയത്തിൽ ഇന്ത്യയിലെ കേരളീയനായ ഓരോരുത്തർക്കും ISROയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും
അഭിമാനിക്കാവുന്ന കാര്യമാണ്, അത്ര വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ ചന്ദ്രയാൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും എനിക്കും അഭിമാനമുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, വക്കീലിന് എന്താണ് ഈ റോക്കറ്റ് വിടുന്ന കാര്യം? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ട് ISROയുടെ ലീഗൽ അഡ്വൈസറും അഡ്വക്കറ്റും ഞാനാണ്. അന്ന് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ അന്ന് ഞാൻ പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ ഈ റോക്കറ്റ് പോകുന്ന വഴിക്ക് തന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ തിരിച്ചു വന്നേനെ. അപ്പോൾ ആർക്കും ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട് ഇതിനകത്ത്. ഒരു വീട് പുലർത്തുന്നതിന് അമ്മയ്ക്ക് റോള്, അച്ഛന് റോള്, കുട്ടികൾക്ക് റോള്, എല്ലാവർക്കും ഉണ്ട്. അതെന്താ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവർ അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിജയമുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ കുട്ടികളിൽ ശാസ്ത്രീയമായ വിഷയങ്ങളിലാണെങ്കിലും ധാർമ്മികമായ വിഷയങ്ങളിലാണെങ്കിലും താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നേരത്തെ ഞാൻ കുപ്പിച്ചിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസത്തിൽ ഇടമുണ്ടാകണം എന്നാണ് എൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറ ഇതെല്ലാം ഉൾക്കൊള്ളും. എല്ലാവരുടെയും ധാരണ ഇതൊന്നും പുതിയ തലമുറയ്ക്ക് ബാധകമല്ല, അവർ വേറെ എന്തെങ്കിലും ഡ്രഗ്സുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു അവസരമാണ്. ഈ ഡ്രഗ്സുമൊക്കെ തടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ധാർമ്മികമായ വളർച്ച വളരുന്ന തലമുറയിൽ, പ്രത്യേകിച്ച് സ്കൂൾ ലെവലിൽ അവർ വളർത്തിയെടുത്താൽ ഏറ്റവും നല്ല മാധ്യമം അതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കുണ്ടല്ലോ, അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ എത്ര ഗുണങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നും, ഇങ്ങനെ പത്രത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ പറ്റിച്ച 220 കോടി രൂപ കൊണ്ടുപോയ ആളുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ എനിക്ക് കേൾക്കാനുള്ളത്, ഈ 20 കോടി രൂപയ്ക്ക് പറ്റിക്കലിന് വിധേയനായ ആൾക്കാരുടെ ബുദ്ധി എന്താണ്? ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ അങ്ങനെ ജീവിതത്തിനുള്ള പരിഹാര മാർഗം കൂടി കണ്ടെത്തുവാൻ വിദ്യാഭ്യാസത്തിൽ സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നിങ്ങൾ പാട്ടിലായിരിക്കും താല്പര്യം, അത് പ്രോത്സാഹിപ്പിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രസംഗത്തിലായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിലെ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രസംഗ മത്സരത്തിൽ കിട്ടി. അതുകൊണ്ടാണ് എന്നെ മലയാള മനോരമ ബാലൻ സെക്രട്ടറിക്ക് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ വലിയ വഴിത്തിരിവായിരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരുന്ന തലമുറയെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉപയുക്തമായിട്ടുള്ളത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അത് ശൈലി തന്നെ മാറിപ്പോയി. ഇപ്പോൾ ഇങ്ങനെ ഈ ധാർമ്മികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമെന്ന് പറയുന്നത് ധാർമ്മികമായ ഉന്നതിയുടെ ഒരു ഏറ്റവും വലിയ കേന്ദ്രമാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ മതത്തിൻ്റെയും ജാതിക്കൊക്കെ അതീതമായി മനുഷ്യനായി കാണുന്ന സമ്പ്രദായമുണ്ട്. അത് ഒരുപക്ഷേ അത് ചിലർ മുതലെടുക്കുന്നവരുണ്ടാകും, അത് വേറെ കാര്യം. നമ്മൾ ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാങ്കേതികമായിട്ടുള്ളതുണ്ട്, അതിൻ്റെ മാനസികമായിട്ടുള്ളതുണ്ട്, ദൈവികമായിട്ടുള്ളതുണ്ട്. ഇത് വേർതിരിക്കേണ്ട കാര്യമില്ല. ദൈവവിശ്വാസം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഉള്ളിലാണ് വേണ്ടത്. അങ്ങനെ ഉള്ള വിശ്വാസിയാണെങ്കിൽ ധാർമ്മികമായ വിദ്യാഭ്യാസം അവരിഷ്ടപ്പെടും. അങ്ങനെ ഉള്ള ആ സമ്പ്രദായം നടപ്പിലാക്കിയതോടുകൂടി സ്കൂളുകൾക്ക്, കേരളത്തിലെ CBSE സ്കൂളുകൾക്ക് അംഗീകാരം കിട്ടി. അതുകൊണ്ട് രക്ഷകർത്താക്കൾ കുട്ടികളെ CBSE സ്കൂളിൽ ചേർക്കണമെന്നും അതിലൂടെ അവർക്ക് സ്വയം പര്യാപ്തമാക്കണമെന്നും, അതുകൂടെ ഈ അല്പമെങ്കിലും വൈല്യൂ ലേൺ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഇപ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ശതമാനം കുട്ടികൾ പഠനത്തോടൊപ്പം എന്തെങ്കിലും ഒരു ജോലി കൂടെ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം ഓൺലൈനായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമുക്കത് സാഹചര്യം ഇല്ലെങ്കിൽ തന്നെയും ഒരു ഉത്തരവാദിത്വം എന്തും അച്ഛനോടോ അമ്മയോടും ചോദിച്ച് വാങ്ങി ചിലവാക്കുന്നതിന് പകരം സ്വന്തമായി എന്തെങ്കിലും സമ്പാദിച്ച്, ഞാൻ പഠിക്കുന്ന കാലത്ത് BAക്കും NLBക്കും പഠിക്കുന്ന കാലത്ത് ഒറ്റ പൈസയും എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പത്രപ്രവർത്തനമാണെങ്കിലും ടൂറിസ്റ്റ് ഗൈഡാണെങ്കിലും പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമുക്ക് ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ ആവേശമാണ് പലപ്പോഴും എന്നെ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായത്. അതോടൊപ്പം മനസ്സമാധാനം, വിദ്യാർത്ഥികളെ കൊച്ചുകുട്ടികളുടെ ഇന്നസെൻ്റായ കുട്ടികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് മുഴുവൻ നിറയുന്നതാണ്. അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വം വളർത്തണമെന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ലക്ഷണങ്ങളുണ്ട്. പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. ദുരുപയോഗപ്പെടുത്തി ഇവിടുത്തെ മതവിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ
അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. മറിച്ച് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം CBSE ആണെങ്കിലും ICSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസിലൂടെ ആണെങ്കിലും എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും ധാർമ്മികമായ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ പുതിയ ലോകത്ത് ജീവിക്കാൻ ഉപയുക്തരാക്കാൻ കഴിയുമെങ്കിൽ അതാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയാൻ നൽകുന്ന ഏറ്റവും വലിയ സേവനം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. നമ്മൾ കേരളത്തിലെ CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാറ് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പം തീർച്ചയായിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതിനോടൊപ്പം മാതാപിതാക്കളുണ്ട്, സ്കൂളുകളുണ്ട്, ടീച്ചർമാരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് CBSE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നൽകുന്ന ചില ഗൈഡ് ലൈനുകൾ അല്ലെങ്കിൽ അവർക്ക് ഇന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടേണ്ടതെന്ന് പറയുന്ന അവരുടെ ചില ഗൈഡ് ലൈൻസും ഉണ്ട്. അപ്പം സാറ് നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നപരിഹാരം സാറിൻ്റെ ഒരു ലീഗൽ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ. അത് ഈ CBSE അസോസിയേഷനിലേക്ക് എത്തുമ്പോൾ ഈ പേരൻസ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സ്കൂൾസ് എന്ന് പറയുന്ന വിവിധ ഘടനകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ എന്തെല്ലാം ചാലഞ്ചുകളാണ് സാറ് ഫേസ് ചെയ്തിട്ടുള്ളത്? ഈ നിങ്ങൾ പറഞ്ഞ ഈ പോയിൻ്റ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമാണ്. ഒരു ധാരണ പിള്ളേർക്കുള്ളത് കുട്ടിയെ കൊണ്ടുപോയി നല്ല സ്കൂളിൽ ചേർത്താൽ പിന്നെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതല്ല, കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാലും ആ കുട്ടിയുടെ ഓരോ വളർച്ചയിലും ഉയർച്ചയിലും മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടാകണം. ഒന്ന്. രണ്ടാമത്, ടീച്ചർമാർ വെറുതെ വന്ന് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു പോകുന്ന സമ്പ്രദായം മാറിയിട്ട് അവർ പഠിപ്പിക്കുന്നതിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയണമെന്നുള്ള ബോധ്യം ടീച്ചർമാർക്കുണ്ടാകണം. സ്കൂൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു സൂപ്പർവിഷൻ അവർക്കുണ്ടാകണം. ഇങ്ങനെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മാതാപിതാക്കളും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും ചേർന്ന് ഒരു സമഗ്രമായ ഒരു സംക്ഷിപ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഇത് മുമ്പോട്ട് കൊണ്ടുപോയാൽ അവരുടെ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും വലിയ മഹത്തരമാണ്. ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുതന്നെയാണ്. കാരണം ഇതാരെങ്കിലും പലർക്കും പഠിപ്പിക്കുന്നത് സയൻസ് പഠിപ്പിക്കുന്ന ആര്, മറ്റേ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ആര്, അങ്ങനെയുള്ളതല്ലാതെ സയൻസും മാത്തമാറ്റിക്സും സോഷ്യൽ സ്റ്റഡീസും ഇത് മൂന്നും മനുഷ്യ ജീവിതത്തിന് എങ്ങനെ ഉപകാരപ്രദമാക്കാൻ കഴിയും എന്നുള്ള ഒരു പാഠ്യപദ്ധതി കൂടെ ഈ അധ്യാപകർ നടപ്പിലാക്കണം. അല്ലാതെ അതിനെ പ്രത്യേകമായി ഉപദേശിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാകണം രക്ഷകർത്താക്കളുടെ താല്പര്യം. അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകും, കുട്ടികൾക്ക് ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകും, അവരുടെ അഭിപ്രായം കൂടി നാം കേൾക്കുന്നു എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നമുക്ക് പലപ്പോഴും പത്രങ്ങൾ വായിക്കുന്ന ഭയങ്കര സംഭവങ്ങളില്ലേ, മാതാപിതാക്കളും തമ്മിലുള്ള സംഘട്ടനം, അതിൻ്റെ കൊലപാതകം, വിദ്യാർത്ഥികളുടെ മക്കളെ കൊണ്ട് കൊലപാതകം, അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ബന്ധം കുടുംബങ്ങളിലും സ്കൂളുകളിലും സമൂഹത്തിലും ഉണ്ടാകണം. അങ്ങനെ ഉള്ള പരിശീലന കളരികളാകണം സ്കൂളുകൾ. അതാണ് CBSE സ്കൂളുകളെ കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റും നടന്നുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ നടന്നാൽ നമ്മുടെ ഈ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വളരുന്ന തലമുറയിൽ ഒരു വലിയ ഉണർവും മാറ്റവും ഉണ്ടാക്കാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും CBSE ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു പരീക്ഷ എന്ന് പറയുന്നത് എക്സാം സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെക്കാട്ടിലും ഇപ്പോൾ വളരെയധികം ഉപയോഗിച്ച് വരുന്നൊരു വാക്കാണ് ഹോളിസ്റ്റിക് ലേണിംഗ്. അതായത് ജീവിതത്തിൽ അക്കാഡമിക്സ് മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം കൂടെ. അത് തീർച്ചയായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് സാറിൻ്റെ ഒരു വീക്ഷണത്തിലും അങ്ങനെ തന്നെയാണ് വിദ്യാഭ്യാസം ആകേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാതാപിതാക്കൾക്ക് ഇത് എത്രത്തോളം സ്വീകാര്യമാണ്? സാർ ഇത് CBSE അസോസിയേഷനിലൂടെയും മറ്റും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചുകളുണ്ടോ സ്കൂളുകളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള വിഭാഗക്കാരാണ് അവർ. അവരുടെ സാമൂഹിക പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം ഇതൊക്കെ ഉണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് പക്ഷേ ഒരു മാതാപിതാക്കളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ എല്ലാവരും ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്യും. കാരണം തങ്ങളുടെ കുട്ടികൾ എത്ര ഉന്നത പദവിയിലെത്തിയാലും മാതാപിതാക്കളുള്ള ആദരവും ബഹുമാനവും ഉള്ളവരെന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷം മാതാപിതാക്കൾക്കുണ്ടാകാനില്ല. പക്ഷേ പലരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് എങ്ങനെയെങ്കിലും മാർക്ക് മേട്ടി കുറിച്ച് ജയിപ്പിക്കണം എന്നതിനപ്പുറത്ത് ഈ ധാർമ്മിക ബോധം വളർത്തിയെടുക്കാനുള്ള കാര്യത്തിൽ പല മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാനുള്ള വേദിയായി സ്കൂളുകൾ മാറ്റണം. ഇപ്പോൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഇപ്പം തന്നെ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിൽ ഈ ഭക്ഷ്യമേള
അപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് ഭക്ഷ്യവിള വന്നപ്പോഴത്തേക്ക് എല്ലാ സ്കൂളുകൾക്കും സർക്കുലർ അയച്ച് ഓരോരുത്തരും അവരെന്തെങ്കിലും കൊണ്ടുവരും. ആ സാധനങ്ങൾ അവിടെ വിറ്റിട്ട് കിട്ടുന്നത് ഓർഫനേജിലേക്കോ അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ധാർമ്മികമായ കടമകൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം സതുദ്ദേശമായി. അതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ശീലങ്ങൾ കുട്ടികൾ വളർത്തിയെടുക്കാൻ പഠനകാലത്ത് തന്നെ മാതാപിതാക്കളും മാനേജ്മെൻറ്റും അധ്യാപകരും തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ഈ ലക്ഷ്യം സാധിക്കും. അതുപോലെ തന്നെ NEP 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. CBSEയിലേക്ക് വരുമ്പോൾ സാർ അതെങ്ങനെ നോക്കിക്കാണുന്നു? അവർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ഉള്ള വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുമ്പോൾ എത്രത്തോളം അത് ഉപകരിക്കും? സാറിൻ്റെ ഒരു ഇൻസൈറ്റ്. അതായത് യഥാർത്ഥത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം വളരെ കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് നിലവിൽ വന്നത്. 2020 നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പിൽ നടന്ന ചർച്ചകളിൽ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനും പങ്കെടുത്തിട്ടില്ല. ഒരു വിദ്യാഭ്യാസത്തെ സമ്പ്രദായത്തെക്കുറിച്ച് ഉദാഹരണമായി ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ NEPയുടെ ഉള്ളിൽ ഒരു ദൂഷ്യവശം കാണുന്നത് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ ധാരണ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഹിന്ദിയിലുമാകാം എന്നുള്ള ഒരു സമ്പ്രദായം വളർത്തിയെടുക്കാനുള്ള ഒരു ഉൾക്കരുത്ത് ഈ NEPയുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആധുനിക യുഗത്തിൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സംസാരിക്കാനല്ല, ഒരു ഇൻ്റർനാഷണൽ പൗരനെന്നുള്ള നിലയ്ക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോകണമെങ്കിലും ഇംഗ്ലീഷ് അനിവാര്യമാണ്. അതോടൊപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരം നിലനിർത്താൻ വേണ്ടി അത്യാവശ്യം ഹിന്ദി ആയിക്കോട്ടെ എല്ലായിടത്തും ഉള്ളതുപോലെ അത് നമ്മുടെ പുതിയ നഗരത്തിൻ്റെ അടിസ്ഥാനപരമായ വൈകല്യങ്ങളിലൊന്നാണ്. അത് പാടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കുകയില്ല എന്ന്. അതുപോലെ ഓരോ സ്റ്റേറ്റുകളിലുമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവർ നിവൃത്തിയുണ്ട് ഹിന്ദിയെ മാത്രം പാടുള്ളൂ എന്നുള്ളൊരു സമ്പ്രദായം. അതും ശരിയല്ല. നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ കണ്ട ഭാഷാ സംസ്ഥാനങ്ങളാണല്ലോ. സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യയിലെ സ്റ്റേറ്റുകളായി തിരിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രാധാന്യവും അഭിമാനവും ഉണ്ട്. മലയാളികളായ നാം എവിടെ ചെന്നാലും മലയാളം പറയുന്നവരാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ എന്തോ ഒരു പ്രോഗ്രാം നടന്നപ്പോഴത്തേക്ക് ആൾക്കാർ പ്രസംഗിക്കുന്നത് മലയാളത്തിലാണ്. കാരണം മലയാളികളാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഭാഷയെക്കുറിച്ച് ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച്, സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു ബന്ധം എല്ലാവർക്കും ഉണ്ടാകും. അത് അടിച്ചു മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ വൈകല്യങ്ങളിലൊന്നാണ്. പ്രാദേശിക ഭാഷകളുടെ അർഹിക്കുന്ന അർഹതയുടെ അംഗീകാരം നൽകിയേ പറ്റുള്ളൂ. അത് നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിലബസ് തയ്യാറാക്കുന്നത് NCERT എന്ന് പറയുന്ന സംഘടനയാണ്. അവർ സംബന്ധിച്ച് അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമാണ് അവർ തയ്യാറാക്കുന്നത്. ഇവിടെ ഗാന്ധിജിയുടെ അസാസിനേഷനെക്കുറിച്ച് പഠിക്കാൻ വരുമ്പോൾ ഒരു പാഠം വെച്ചെങ്കിൽ ആ അസാസിനേഷൻ ഏതൊരു പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്, ആരാണ് ചെയ്തത്, ആ വ്യക്തിയെ നാം എങ്ങനെ കാണണം എന്നതിനപ്പുറത്ത് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ചില ഭാഗങ്ങൾ ചർച്ചത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഗവൺമെൻറ്റിന് കിട്ടിയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വത്തിനെതിരായിട്ടോ മാനവികതയ്ക്കെതിരായിട്ടോ ഇന്ത്യയുടെ ഐക്യത്തിനെതിരായിട്ടോ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. അത് പലപ്പോഴും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ NEPയിൽ വന്നിട്ടുള്ള പല വൈകല്യങ്ങളുമുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ അവകാശം ഇങ്ങനെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് NCPയുടെ നല്ല വശങ്ങൾ, കാരണം ലാംഗ്വേജ് വർദ്ധിപ്പിക്കുക, സമ്പർക്കം പഠിപ്പിക്കുക, ധാർമ്മികത പഠിപ്പിക്കുക, ഇതെല്ലാം ഉണ്ട്. വെറും പരീക്ഷ മാത്രമല്ല, അവരുടെ വിലയിരുത്തൽ മൊത്തത്തിൽ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ഇട്ടിരുന്ന മാർക്കിന് പകരം ഇപ്പോൾ പെരുമാറ്റത്തിനും ഇതിനും ഓർമ്മശക്തിക്കും ഒക്കെ മാർക്ക് കൊടുത്ത് വരുമ്പോൾ ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അത് ഏറ്റവും സ്വാഗതാർഹമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ രീതി എന്ന് പറയുമ്പോൾ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാകുന്നത് അധ്യാപകരാണ്. പലപ്പോഴും പക്ഷെ നമ്മൾ കാണുന്നത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പലപ്പോഴും ഒരു മാറ്റം വരുത്താനായിട്ട് അധികം താല്പര്യം കാണിക്കാത്തവരാണ്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ടീച്ചേഴ്സുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് അങ്ങനെ ഒരു മാറി വരുന്നൊരു ചിന്താഗതി ഇപ്പോഴുണ്ടോ CBSE? അത് മനുഷ്യ സഹജമായ ഒരു വൈകല്യമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്നു പറഞ്ഞാൽ
അവരെ സംബന്ധിച്ച് അതിൻ്റെ മുകളിലൊരു വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സില്ല. ഞാൻ പഠിപ്പിക്കുമല്ല, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചതാണ്. പക്ഷേ തുറന്ന മനസ്സോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ എല്ലാ സ്റ്റാഫ് മീറ്റിങ്ങിനും പറയാറുള്ളതാണ്, നിങ്ങളൊക്കെ എല്ലാ വിഷയം പഠിച്ചിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്നു. ആ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ അന്നും നിങ്ങൾ ക്ലാസ്സിലേക്ക് ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ഫിസിക്സുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വളർച്ച കാഴ്ചപ്പാട് അത് കൊടുത്താൽ കുട്ടികൾക്ക് പ്രത്യേക ഓർമ്മ നിൽക്കും. കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായം, തുറന്ന മനസ്സ് അധ്യാപകർക്ക് വേണ്ടതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഇതിനകത്ത് സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത മേൽക്കോയ്മ വെച്ചുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ധാരണ ഉണ്ടാവും. പക്ഷേ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർക്കും വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള പരിശീലനങ്ങൾ നൽകണം. അപ്പോഴേക്കും അവർക്ക് മനസ്സമാധാനം വേണം. മറ്റേ നിസ്സാരമായ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനസ്സമാധാനം നഷ്ടപ്പെടും. മറിച്ച് സന്തോഷവും സമാധാനവും ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകരും ഒരേ നിലയിൽ സംസാരിച്ചാൽ ഇത്ര പീസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു മേഖല ഒരിടത്തുമില്ല. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ മേഖലയാണ്. അതിനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരിക്കണം സ്കൂളുകൾ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.